സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇന്ന് എന്തായാലും റഫ എന്നെ കുക്ക് ചെയ്യുന്ന ഉദ്ദേശിച്ചാണ് ഞാൻ പോകുന്നത്. പക്ഷേ വീട്ടിലെത്തിയപ്പോൾ എന്നത്തെയും പോലെ ഞാൻ തന്നെ കുക്ക് ചെയ്യേണ്ടി വന്നു. മുമ്പൊക്കെ ഒരാൾക്കുള്ള ഫുഡ് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. കല്യാണം കഴിച്ചപ്പോഴത്തേക്കും പണി കൂടി. പണി കുറയുമെന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ 2 ആൾക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. അതും കേരള ഫുഡ് ഉണ്ടാക്കിയാൽ പോരാ, ഇന്തോനേഷ്യൻ ഫുഡ് ഉണ്ടാക്കണം. ഇപ്പോൾ ഉണ്ടാക്കുന്നത് ബക്സോ എന്ന് പറഞ്ഞൊരു ഫുഡാണ് കേട്ടോ. റഫയ്ക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് ഉണ്ടാക്കി പഠിച്ചതാണ്. നമ്മുടെ ചാനലിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ ഉള്ള ദൃശ്യമാണിത്. ദുബൈ ഫ്രെയിമും ബുർജ് ഖലീഫയൊക്കെ ദൂരെ നമുക്ക് കാണാൻ കേട്ടോ. 99.6 ക്ലബ് FM കണക്കിന് ഫൺ. വീക്കെൻഡാണ് ഏറ്റവും അടിപൊളി ദിവസം. എല്ലാ വീക്കെൻഡും ഇതുപോലെ ഞങ്ങൾ നടക്കാൻ പോകും. ഞങ്ങൾ ആദ്യം താമസിച്ചത് ഗുബൈബ ബസ് സ്റ്റേഷൻ്റെ അടുത്തും രണ്ടാമത് താമസിച്ചത് അൽക്കരാമയിലാണ് കേട്ടോ. ഇപ്പോൾ ഗുബൈബ ബസ് സ്റ്റേഷൻ്റെ അടുത്തുള്ള ഈ പെട്രോൾ പമ്പിൻ്റെ സൈഡിൽ കൂടെ നടന്നു പോയാൽ ക്രീക്കിലെത്താൻ പറ്റും. ഗുബൈബ ബസ് സ്റ്റേഷനും മെട്രോ സ്റ്റേഷനോടും ചേർന്നിട്ടാണ് ക്രീക്ക് ഉള്ളത്. അപ്പോൾ അങ്ങോട്ടുള്ള നടത്തമാണ് കേട്ടോ. രാവിലെ ഒരു 7 മണിക്ക് പോകാനുള്ള പ്ലാനായിരുന്നു. പക്ഷെ ഞങ്ങൾ റെഡിയായി വന്നപ്പോഴേക്കും 9 മണിയായി. ചെറിയ വെയിലാണെങ്കിലും നല്ല ചൂടുണ്ട് കേട്ടോ. ഇതാണ് മെട്രോ സ്റ്റേഷൻ്റെ എൻട്രൻസ്. ചെറിയ ചെറിയ എൻട്രൻസുകൾ പല ഭാഗത്തുണ്ട് കേട്ടോ. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താ